പണമാണു രക്ഷ, പണത്തിലാണു രക്ഷ, പണമേ നമിച്ചിടുന്നു. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, കരുണയുടെ കയർ പിടിച്ച് ഞാൻ അവരെ നയിച്ചു. അതേ, സ്നേഹത്തിൻ്റെ കയർ തന്നെ. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാലഘട്ടത്തിൽ കയറുന്നവരും ഇറങ്ങുന്നവരും ഒറ്റയടി പാതയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്ത് കൂട്ടിമുട്ടി വീഴാതിരിക്കുവാൻ വേണ്ടി അന്നത്തെ സംഘാടകർ വലിയ വടം വലിച്ചു കെട്ടി പിടിച്ചു കയറാനായിട്ട്. മുകളിലൊരു കുരിശുണ്ട്. ആ കുരിശിൻ്റെ സവിധത്തിലേക്ക് പോകുമ്പോൾ നിനക്ക് ജീവിതത്തിൽ ഒരു മുറിപ്പാട് പോലും ഒരു പോറൽ പോലും ഉണ്ടാകാതിരിക്കുവാൻ സംഘാടകർ അപ്രകാരം ചെയ്തതാണ്. മുകളിലെ കുരിശ്, കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. ആ കുരിശിൻ്റെ സവിധത്തിലേക്ക് പോകുവാൻ കരുണയുടെ കയർ ദൈവം നിൻ്റെ മുമ്പിൽ വലിച്ചു കെട്ടിയിരിക്കുക, പിടിച്ചു കയറാനായിട്ട്. പക്ഷെ ദൈവത്തിൻ്റെ കരുണയെ മറന്ന് ഇന്ന് മനുഷ്യൻ സമ്പത്തിൻ്റെയും പണത്തിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുക. ഇന്നെന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? കുരിശൊന്നും വേണ്ട, പണമാണു രക്ഷ, പണത്തിലാണു രക്ഷ, പണമേ നമിച്ചിടുന്നു. കവി പാടുന്ന ഇങ്ങനെയാണ്, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളുമെന്ന്. നമ്മുടെ സാംസ്കാരിക നായകനായിരുന്ന മരണപ്പെട്ടുപോയ സുകുമാർ അഴീക്കോട് സാർ പറയുന്നുണ്ട്, മലയാളിയുടെ നെഞ്ചത്ത് കൈവച്ചാൽ ഒരു ശബ്ദം കേൾക്കാമെന്ന്, നംനം വേണം നംനം വേണമെന്ന്. നംനം വേണമെന്ന് പറഞ്ഞാൽ എന്താ? പണം വേണം, പണം വേണം, പണം വേണം. മനുഷ്യനെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യത്തിന് പണം ഉണ്ടാക്കുക. നാണം കെട്ടും പണം ഉണ്ടാക്കുക. ദൈവം നിൻ്റെ മുമ്പിൽ കരുണയുടെ കയർ പിടിച്ച് നിന്നെ സുരക്ഷിതമായിട്ട് നിന്നെ നയിക്കുന്നു. വീണ്ടും 4-ന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് കുനിഞ്ഞ് നിനക്ക് ഭക്ഷണം നൽകി. കുനിഞ്ഞ് ഭക്ഷണം നൽകുന്ന ആരാ? നമ്മുടെ അമ്മയല്ലേ. നീ വിശന്നവശനായിരിക്കുമ്പോൾ ഒന്ന് നിലവിളിക്കുമ്പോൾ അമ്മ ഓടി വന്ന് വാരിയെടുത്ത് നിന്നെ അടുക്കളയിൽ കൊണ്ടുപോയി ഒരു പാത്രം എടുത്ത് അതിൽ ചോറ് വെച്ച് കറി ഒഴിച്ച് കൂട്ടാൻ വെച്ചൊന്ന് അതിനെ ഉരുട്ടി ഓരോൻ്റെ വായിലേക്ക് ഓരോ ഉരുള വെച്ച് തരുന്ന അമ്മയുടെ സ്നേഹം. ഉരുള വെച്ച് കൊടുത്തു, നീ സന്തോഷത്തോടെ കഴിച്ചു. 2-ാമത്തെ ഉരുള നീ അതും കഴിച്ചു. 3-ാമത്തെ ഉരുള കൈതട്ടി മാറ്റുമ്പോഴും അമ്മ നിന്നെ വിടില്ല. അമ്മ ഉടൻ തന്നെ നിൻ്റെ ഉടുപ്പൊന്ന് പൊക്കി ആ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് കുത്തി നോക്കും, എൻ്റെ കുഞ്ഞിൻ്റെ വയറെവിടെയെങ്കിലും കുഴിഞ്ഞു കിടക്കണുണ്ടോ? കുഴിഞ്ഞു കിടക്കണമെങ്കിൽ അമ്മ എന്താ ചെയ്യുന്നത്? ഈ ചോറും പാത്രം എടുത്ത് നിന്നെ ഒക്കത്തെടുത്ത് മുറ്റത്ത് കൊണ്ടുവന്ന് ആകാശം കാട്ടി കറുത്ത കാക്കയെ കാട്ടി സ്നേഹത്തോടെ ലാളിക്കുന്ന അമ്മയുടെ കരുതലുള്ള സ്നേഹം, അതാണ് സ്നേഹമെന്ന് പറയുക. എങ്കിലും പലപ്പോഴും ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ ഈ അമ്മയുടെ സ്നേഹത്തെ, പെറ്റ അമ്മയുടെ സ്നേഹത്തെ മറുതലിച്ച് കടന്നു പോകുന്ന മക്കളെ ദൈവം നിന്നെ കരുണയോടുകൂടെ കടാക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ നല്ല ദൈവമേ, ഒരിക്കലും തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും പലപ്പോഴും എൻ്റേതായിട്ടുള്ള സ്വാർത്ഥ മോഹങ്ങളും ധനമോഹങ്ങളും എൻ്റേതായിട്ടുള്ള ലൗകിക സുഖങ്ങളും വേണ്ടി ഞാൻ പരക്കം പായുമ്പോൾ ഉപേക്ഷിക്കാതെ എൻ്റെ പിന്നാലെ കടന്നു വരുന്ന നിൻ്റെ അനന്തമായ സ്നേഹം, എനിക്ക് വേണ്ടി വഴിയരിയിൽ കണ്ണും നട്ട് കാത്തിരിക്കുന്ന, എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന എൻ്റെ സ്നേഹത്തിന് മുമ്പിൽ കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം കഴുകി വെടിപ്പാക്കി ഒരു മഞ്ഞുപോലെ നിർമ്മലരായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.